ഹായ് ഫ്രണ്ട്സ്, എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലിവർ ഫ്രൈ ആണ്. സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ്റെ ലിവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ലിവർ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച കൂട്ടത്തിൽ തന്നെ ലിവറിനകത്തുള്ള അഴുക്കും എല്ലാം തന്നെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ കരളിലെ വെള്ളം എല്ലാം അഴുക്കും എല്ലാം കളഞ്ഞ് ഞാൻ ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾ ഉപ്പിട്ട് തിളപ്പിച്ച കടലാണ്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്കൊരു ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് മിച്ചമായിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആ കൂടെ നമ്മൾ ഒരു സവാള അരിഞ്ഞുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊരു ഏറ്റവും തീ കുറച്ച് വെച്ച് കുറച്ച് നേരം ഇതൊന്ന് വാടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഇനിയും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി.